നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം കോൺഗ്രസ് സ്വീകരിച്ചു കഴിഞ്ഞു. ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണത്തോട് സോണിയാഗാന്ധി അനുകൂലമായാണ് പ്രതികരിച്ചതെന്നും സോണിയാഗാന്ധിയോ കോൺഗ്രസ് പ്രതിനിധി സംഘമോ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ദിഗ്വിജയ് സിംഗ് വെളിപ്പെടുത്തിയിരിക്കുന്നു. 2024 ജനുവരി 22-നാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ പാർട്ടിക്കകത്ത് രണ്ട് നിലപാടുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നതിന് എന്താണ് തടസ്സമെന്നാണ് മുതിർന്ന നേതാക്കളുടെ ചോദ്യം. രാമക്ഷേത്ര നിർമ്മാണം നേട്ടമായി ഉയർത്തി BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധ്രുവീകരണത്തിന് ശ്രമിക്കുമെന്നതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ചടങ്ങിൽ നിന്ന് പാർട്ടി വിട്ടുനിന്നാൽ ഉത്തരേന്ത്യയിൽ BJP അത് ആയുധമാക്കുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട്. ഹിന്ദു വിരുദ്ധരാണ് കോൺഗ്രസ് എന്ന BJP പ്രചരണത്തെ മറികടക്കാനും മോദിയുടെ ഷോ മാത്രമായി ചടങ്ങ് മാറാതിരിക്കാനും പങ്കെടുക്കുകയാണ് ഉചിതമെന്നാണ് കോൺഗ്രസിന്റെ നിലവിലെ വിലയിരുത്തൽ. കോൺഗ്രസിന്റെ ഈ കൂർമ്മ ബുദ്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമോ? കോൺഗ്രസിന്റെ ചുവടുമാറ്റം പരമ്പരാഗത വോട്ടർമാരെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുമോ? അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പൂട്ട് തുറന്നത് രാജീവ് ഗാന്ധി ആണെന്ന് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിനിടെ കമൽനാഥ് പറഞ്ഞത് വിമർശനത്തിന് വഴിവെച്ചത് കോൺഗ്രസ് ഇത്ര പെട്ടെന്ന് മറന്നോ? കോൺഗ്രസ് ആണോ BJP ആണോ രാമക്ഷേത്രം എന്ന സ്വപ്നത്തിന് തടമെടുത്തത്? അടുത്ത തവണ ആര് രാജ്യം ഭരിക്കണമെന്ന് സാക്ഷാൽ രാംലല്ല വിരാജ്മാൻ തീരുമാനിക്കുമോ? ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിവാദം രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എല്ലാ കാലത്തും പച്ചകുത്തി കിടക്കും. കോൺഗ്രസിന്റെ തകർച്ചയും BJPയുടെ വളർച്ചയും വേഗത്തിലാക്കിയത് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദമാണെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ഉറപ്പിച്ചു പറയുന്നുണ്ട്. അയോധ്യയിലെ ബാബറി മസ്ജിദ് രാമക്ഷേത്ര വിവാദത്തിൽ നിർണായകമായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെയും രാജീവ് ഗാന്ധിയുടെയും ഇടപെടൽ. 1949 പള്ളിക്കകത്ത് രാമവിഗ്രഹം കൊണ്ടുവച്ച സംഭവം വലിയ വിവാദമായി. ഈ വേളയിൽ വിഗ്രഹം എടുത്തു മാറ്റാനും പള്ളി അടച്ചിടാനും നിർദ്ദേശം നൽകിയത് പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു. പിന്നീട് പള്ളി തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ വേളയിലാണ്. നെഹ്റുവിനും ഇന്ദിരയ്ക്കും ശേഷം ഈ കുടുംബത്തിൽ നിന്നും പ്രധാനമന്ത്രിയാവുന്ന രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ രംഗത്തെ പരിചയക്കുറവ് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കെ പലപ്പോഴും കാണിച്ചിട്ടുണ്ടെന്ന് രാമചന്ദ്ര ഗുഹയെ പോലുള്ളവർ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. ഇന്ദിരയുടെ കൊലപാതകത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 414 സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചത് രാജീവ് ഗാന്ധി ആയിരുന്നു. രാജ്യത്ത് വിഘടനവാദം ശക്തിപ്പെട്ട കാലമായിരുന്നു അത്. പഞ്ചാബിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കുഴപ്പങ്ങൾ വളരെ ശക്തമായിരുന്നു. അതിനിടയിലാണ് 1985 ഷബാനു കേസിൽ സുപ്രീം കോടതി ശരീഅത്തുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപിക്കുന്നത്. കോടതി വിധി നടപ്പാക്കുന്നതിന് പ്രത്യേക നിയമം കൊണ്ടുവരുമെന്ന് രാജീവ് ഗാന്ധി സർക്കാർ പ്രഖ്യാപിച്ചതോടെ മുസ്ലിങ്ങൾ കോൺഗ്രസിനോട് അകലാൻ തുടങ്ങി. പിന്നാലെയാണ് കീഴ്ക്കോടതി വിധി അടിസ്ഥാനമാക്കി ശിലാന്യാസത്തിന് ബാബറി മസ്ജിദ് ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കുന്നത്. നെഹ്റുവിന്റെ കാലത്ത് സമാധാനം ലക്ഷ്യമിട്ട് പൂട്ടിയ ബാബറി മസ്ജിദ് രാജീവ് ഗാന്ധി തുറന്നു കൊടുത്തത് സാഹചര്യം കൂടുതൽ വഷളാക്കി. മുസ്ലിം സമൂഹം മൊത്തമായി കോൺഗ്രസിന് എതിരാകുന്നതാണ് പിന്നീട് രാജ്യം കണ്ടത്. 1991 തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തമിഴ് പുലികൾ നടത്തിയ ആക്രമണത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു. പിന്നീട് നാളിന്നേക്ക് വരെ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷത്തിൽ രാജ്യത്ത് അധികാരത്തിലേറാൻ സാധിച്ചിട്ടുമില്ല. അതേസമയം ശിലാന്യാസത്തിനും രഥയാത്രയ്ക്കും നേതൃത്വം നൽകി LK അദ്വാനി നടത്തിയ നീക്കം BJPയുടെ വളർച്ച അതിവേഗത്തിലാക്കി. അതെ, തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ കോൺഗ്രസുകാർ മീൻ പിടിച്ചിരുന്ന ചെറിയ കുളമായിരുന്നു അയോധ്യ രാമജന്മഭൂമി. VP സിംഗും രാജീവ് ഗാന്ധിയും ഒക്കെ അവിടെ പോയി അഭിഷേകം ചെയ്യുകയും കൈകൂപ്പി നിൽക്കുകയും ചെയ്തിരുന്നു. ആ ചെറിയ കുളത്തെ ജനതാ പാർട്ടി ഒരു കടലാക്കിയെന്ന് മാത്രം. മതേതര പാർട്ടി എന്ന ലേബൽ ഉള്ളതുകൊണ്ട് മാത്രം കോൺഗ്രസിന് രാജ്യതലത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയ വിഷയമാണ് രാമജന്മഭൂമിയും അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമെല്ലാം. പിന്നീട് വന്ന രഥയാത്രകളിലൂടെ BJP ആ ആശയത്തിന് രാജ്യമെമ്പാടും വേരോട്ടം ഉണ്ടാക്കി. രാമക്ഷേത്രം അയോധ്യയിൽ ഉയരുമെന്ന് പറഞ്ഞു തന്നെയാണ് അവർ വളർന്ന് പന്തലിച്ചതും മഹാപ്രസ്ഥാനമായി മാറിയതും. അതറിഞ്ഞു തന്നെയാണ് രാജ്യത്തെ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്തത്, അവരെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുത്തത്. പിന്നീട് അമരത്ത് മോദി വന്നതോടെ പറഞ്ഞ വാക്കുകൾ പാലിക്കുക മാത്രമാണ് BJP ചെയ്തത്. ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിവാദം കത്തിനിന്ന കാലത്ത് ദൂരദർശൻ രാമായണം എന്ന പരമ്പര സംപ്രേഷണം ചെയ്തതും BJPയുടെ പ്രചരണത്തിന് ഏറെ ഗുണം ചെയ്തിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയവും സിനിമയും സാഹിത്യവും എല്ലാം പുരാണങ്ങളുമായി ഇഴ പിരിച്ചെടുക്കാനാവാത്ത വിധം കെട്ടുപിണഞ്ഞു കിടക്കുന്നവയാണ്. പ്രത്യേകിച്ചും രാമായണം, മഹാഭാരതം പോലെയുള്ള ഹിന്ദു പുരാണങ്ങൾ. അവിടെ ഇത്തരം വിഷയങ്ങൾക്ക് പ്രസക്തി ഇല്ലെന്ന് കേരളത്തിലിരുന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കാസർഗോഡ് വിട്ട് മംഗലാപുരം കയറുമ്പോഴും പാലക്കാട് നിന്ന് കോയമ്പത്തൂർക്ക് കാലുകുത്തുമ്പോഴേക്കും മാറ്റം അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിക്കും അതിനപ്പുറവുമുള്ള നാടിനെ പറ്റി പറയേണ്ടതില്ല. സോണിയും മോദിയും അയോധ്യയിൽ നേർക്കുനേർ എത്തിയാൽ അത് ചരിത്ര നിമിഷം തന്നെയാവും. പക്ഷേ രാമൻ ആരെ അനുഗ്രഹിക്കുമെന്നറിയാൻ കാത്തിരിപ്പ് തുടരണം.